അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദർസ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെത്തിയത് ഇനി അടുത്ത ചോദ്യം, ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കൈഫ തുഅ്മിനു ബിൽ കുത്തുബ്, നീ എങ്ങനെയാണ് കിതാബുകളിൽ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് കിതാബുകളിലുള്ള വിശ്വാസം എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഖുൽതാ, നീ പറഞ്ഞോ, ഇന്നഹാ ഹഖ്കും വ കലാമുല്ലാഹ്, നിശ്ചയമായിട്ടും കിതാബുകൾ സത്യമാണെന്ന് വിശ്വസിക്കണം, കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണെന്നും വിശ്വസിക്കണം, വഅന്ന കുല്ലമാ തളമ്മനതുഹു ഹഖ്കുൻ, ആ കിതാബുകൾ ഉൾക്കൊണ്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. ഇനി ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, എന്താ ചോദ്യം? കം കിതാബൻ അൻസലല്ലാഹു തആല അലാ അംബിയാഇഹി അലൈഹിമുസ്സലാം, അല്ലാഹു തആല അംബിയാക്കൾക്ക് എത്ര കിതാബ് ഇറക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ഖുൽതാനി അങ്ങ് പറഞ്ഞേക്ക്, മിഅത്തും വഅർബഅത്തു കുതുബ്, 104 കിതാബ്, 104 കിതാബ് എന്ന് പറഞ്ഞാൽ 100 ഏടും 4 കിതാബും, അതന്നെ 100 ഏട് എന്ന് പറഞ്ഞതും 4 കിതാബ്. എങ്ങനെയാണ് അത് ഇറക്കിയത്? അൻസലല്ലാഹു മിന്നാ 50 കിതാബൻ, അതിൽ അല്ലാഹു തആല 50 കിതാബ് ഇറക്കി, അലാ ശീസ അലൈഹിസ്സലാം, ശീസ നബിയുടെ മേൽ, വസലാസീന 30 ഇറക്കി, കിതാബൻ അൻസലല്ലാഹു അലാ ഇദ്രീസ, 30 കിതാബ് ഇദ്രീസ് നബിക്കാണ് ഇറക്കിയത്, വഅശറത്ത കുത്തുബിൻ 10 കിതാബ് അലാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മേൽ ഇറക്കി, വഅശറത്ത കുത്തുബിൻ 10 കിതാബ് അലാ മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ മേൽ ഇറക്കി, ഖബല തൗറാത്തി, തൗറാത്തിന്റെ മുമ്പായിട്ട്, തൗറാത്ത് ഇറങ്ങുന്നതിന് മുമ്പ് മൂസാ നബിക്ക് ഒരു 10 കിതാബ്. പിന്നെ അതിന് ശേഷം അൻസലല്ലാഹു തആല തൗറാത്ത്, പിന്നെ തൗറാത്ത് അല്ലാഹു ഇറക്കി അലാ മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തു. വഅൻസലല്ലാഹു സബൂറ, സബൂർ എന്ന കിതാബ് ഇറക്കി അലാ ദാവൂദ് നബിക്ക്. വഅൻസലല്ലാഹു ഇൻജീല, ഇൻജീൽ അല്ലാഹു ഇറക്കി അലാ ഈസാ നബിക്ക്. വഅൻസലല്ലാഹു ഫുർഖാൻ, അല്ലാഹു തആല ഖുർആൻ ഇറക്കി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ മേൽ ഇറക്കി. ഇനി പറയട്ടെ, ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കൈഫ തുഅ്മിനു ബിൽ അംബിയാ, അംബിയാക്കളിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അംബിയാക്കളുള്ള വിശ്വാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഖുൽതാനി പറയണം, അവ്വലുൽ അംബിയായി ആദം അലൈഹിസ്സലാം, ആദ്യത്തെ നബി ആദം നബിയാണെന്ന് പറയണം, നബിമാരിൽ ആദ്യത്തെ നബി. ആഖിറുൽ അംബിയാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അംബിയാക്കളിൽ അവസാനത്തെ നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു, നിങ്ങളാണ് പറഞ്ഞോ, കുല്ലുഹും, അവരെല്ലാവരും, കാനു മുഖ്ബിരീന, അവരൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വിഷയങ്ങൾ ഇവിടെ അറിയിക്കുന്നവരായിരുന്നു. മുഖ്ബിരീന, ഖബർ, വർത്തമാനങ്ങൾ, കാര്യങ്ങൾ പറയുന്നവരാണ്. ആമിരീന, അവർ കൽപ്പിക്കുന്നവരാണ്. നാഹീന, വിരോധിക്കുന്നവരായിരുന്നു. നാസിഹീന, അവർ നന്മ ഉപദേശിക്കുന്നവരാണ്. മുബശ്ശിരീന, മുന്തിരീന, അവർ സ്വർഗം കൊണ്ട് സന്തോഷം പറയുന്നവരും നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരുമാണ്. ഉമന ഉല്ലാഹി തആല, അവർ അള്ളാഹുവിന്റെ വിശ്വസ്തരാണ്. മഅസൂമീന മിനസ് സലലി വൽ കബായിർ, ചെറുദോഷങ്ങളും വൻദോഷങ്ങളിൽ നിന്നൊക്കെ അവർ കാക്കപ്പെട്ടവരാണ്. വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു, നിങ്ങൾ ഖാത്തിമുൻ നബിയ്യീൻ, നബിമാരുടെ അവസാനത്തെ ആളാണ്. വറസൂലുസ് സഖലൈൻ, ജിന്നിലേക്കും ഇൻസിലേക്കുമുള്ള റസൂലാണ്. വസയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്. വമഹബ്ബത്തുഹും, അംബിയാക്കളെ സ്നേഹിക്കൽ ശർത്തുൽ ഈമാൻ, ഈമാനിന്റെ നിബന്ധനയാണ്. വബഗ്ളുഹും കുഫ്റുൻ, അവരോട് ദേഷ്യം പിടിക്കൽ കുഫ്റാൻ. ഇതൊക്കെ നീ പറയണം. ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കം കാനൽ അംബിയാഉ കുല്ലുഹും, അംബിയാക്കന്മാർ എത്ര ആളുണ്ടായിരുന്നു ചോദിച്ചാൽ, ഖുൽതാ, നീ പറഞ്ഞേക്കണം, 124,000 നബിയിൻ, 1,24,000 പ്രവാചകന്മാരാണ് ഉണ്ടായതെന്ന് പറഞ്ഞേക്കണം. ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കം കാന മിൻഹും മുർസലുൻ, അവരുടെ കൂട്ടത്തിൽ എത്ര മുർസൽ ഉണ്ടായിരുന്നു, അതായത് ദൂതന്മാരായിട്ട് റസൂലായിട്ടുള്ളവർ, എന്നാ പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടതായ ആളുകൾ എത്ര ഉണ്ടായിരുന്നു? ഖുൽതാനി പറയണം, സലാസമിയത്തിൻ വസലാസഅശറ മുർസല, 313 മുർസലീങ്ങളായിരുന്നു എന്ന് പറഞ്ഞേക്കണം. ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, സമ്മിഹിം ലനാ അസ്മാഅഹും,
അവരെ പേരൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ, പേരൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം നീ പറഞ്ഞേക്കണം മാരിഫത്തു അസ്മാഇഹിം വഅദാദിഹിം, അവരെ പേരറിയലും എണ്ണമറിയലും ലൈസത്ത് ബിശർത്തിൻ്റെ, അത് ഷർത്തല്ല. ഇന്ധന നമ്മളെടുക്കൽ നമ്മളെ മതബിലെ ഷർത്തില്ല. ലി ഖൗലിഹി അസ്സ വജല്ല, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ അള്ളാഹ് പറഞ്ഞത്? മിൻഹും മൻ ഖസസ്നാ അലൈക മിൻഹും മൻ ലം നഖ്സു അലൈക. അള്ളാഹ് പറഞ്ഞ് ബിയാക്കളെ കൂട്ടത്തിൽ നമ്മൾ ചരിത്രം പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. അതുകൊണ്ട് ഒരുപാടുണ്ട്. അത് നമുക്ക് ഷർത്തല്ല, നിബന്ധനയില്ല. ഇനി ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കം കാന മിൻഹും അസ്ഹാബു ശറാഇ, അവരെ കൂട്ടത്തിൽ പ്രത്യേകമായ നിയമങ്ങളും കാര്യങ്ങളും നൽകപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ, പ്രത്യേക നിയമങ്ങൾ മാറ്റമുള്ള, അതായത് ഒരു നിയമം അടുത്ത നിയമത്തുമ്പോൾ മാറ്റമുള്ള നിയമങ്ങൾ, സെപ്പറേറ്റ് നിയമങ്ങളൊക്കെ ഉള്ള ആളുകൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ കുൽത്താനി പറഞ്ഞ സിദ്ധത്തിന് 6 ആളുകളാണ്. ഒന്നാമത്തെ ആദം നബി. ആദം നബി കഴിഞ്ഞിട്ട് നൂഹ് നബി വരെ ഏകദേശം ആദം നബീന്റെ ആ ശരീഅത്ത് തന്നെയാണ്. പിന്നെ നൂഹ് നബി വന്നപ്പോൾ രണ്ടാമത്തെ നൂഹ് നബി ചെറിയ മാറ്റങ്ങളുണ്ട്. അടിസ്ഥാനത്തിൽ മാറ്റം കേട്ടോ, ശാഖാപരമായ വിഷയങ്ങളിലൊക്കെ. പിന്നെ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഇബ്രാഹിം നബിയുടെ അടുക്കലാണ്. പിന്നെ മൂസാ നബി, പിന്നെ ഈസ അലൈഹിസ്സലാം, പിന്നെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഈ 6 ആളുകൾ. അജ്മഈൻ, എല്ലാവരും അലൈഹിം അജ്മഈൻ. വകുല്ലു ശറായി, എല്ലാ നിയമങ്ങളും മൻസൂഖ, ഇവരൊക്കെ നിയമങ്ങൾ, ഇവരെ കൂട്ടത്തിൽ 5 ആളുകളെ നിയമങ്ങളും എന്തായിട്ടുണ്ട്? ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. ഇല്ല ശരീഅത്തുൽ മുഹമ്മദിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല ആ നിയമങ്ങൾ, നമ്മുടെ ആ നിയമം മറ്റൊക്കെ നല്ല തന്നെ കേട്ടോ, നബിയുടെ ആ നിയമമാണെന്ന് ഇവിടെ നിലനിൽക്കുന്നത്. നബി വന്നതോടുകൂടെ ബാക്കിയൊക്കെ ദുർബലപ്പെട്ടു. ഇനി ഇദാ സുഇൽത, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ, കൈഫ തുഅ്മിനു ബിൽ ഖിയാമ, എങ്ങനെയാണ് ഖിയാമെന്ന ആളെ കൊണ്ട് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഖുൽത, നിങ്ങൾ പറഞ്ഞേക്കണം, ഇന്നല്ലാഹ തആല, അല്ലാഹു തആല യുമീത്തുൽ ഖലായിക കുല്ലഹും, എല്ലാ സൃഷ്ടികളെയും അല്ലാഹ് മരിപ്പിക്കും. ഇല്ലാ മൻ കാന ഫിൽ ജന്നത്തി വന്നാർ, സ്വർഗ്ഗത്തിലും നരകത്തിലുള്ള ആളുകളെ മാത്രമേ അല്ലാഹ് മരിപ്പിക്കാക്കുള്ളൂ. അവിടെ ഉള്ളവരെ മരിപ്പിക്കൂല, ബാക്കിയുള്ള എല്ലാം അല്ലാഹ് മരിപ്പിക്കും. സുബ്ബ യുഹ്യീ, പിന്നെ അവരെ ഹയാത്താക്കും, ജീവിപ്പിക്കും. വയുഹാസിബ്, അവരെ വിചാരണ ചെയ്യും. വയഹ്കുമു ബൈനഹും ബിൽ അദ്ൽ, അവർക്കിടയിൽ നീതിപരമായി വിധിക്കും. ഫമൻ കാന മിനൽ മലായികത്തി വൽ ജിന്നി, അപ്പോൾ ജിന്നുകളുടെയും മലക്കുകളെയും കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവര് എന്താകും? ഇന്നഹും യതരാവശൂൻ. അപ്പോ ഇതിൻ്റെ ബാക്കി, അതായത് ജിന്നുകളിലും മലക്കുകളിലും പെട്ട ആളുകൾ അല്ലാഹു തആല വിചാരണ നടത്തി കഴിഞ്ഞാൽ, നീതിപരമായി വിധിക്കുന്ന സമയത്ത് ജിന്നുകളും മലക്കുകളും അവരൊക്കെ വൈനവും യതലാവശൻ, അവരടക്കം ക്ഷീണിച്ചു പോവും. അവരൊക്കെ ക്ഷീണിക്കുന്ന അത്രയും മഹ്ശർ അങ്ങനെയാണ്. എന്നിട്ട് അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. വലം യബ്ക മുഅ്മിനും ഫിന്നാരി ബഅദൽ ഹിസാബ്, വിചാരണ കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ ഒരു വിശ്വാസി ശേഷിക്കൂല. വിചാരണ പൂർത്തിയായതോടുകൂടെ നരകത്തിൽ നിന്ന് എല്ലാ വിശ്വാസികളും ഇങ്ങോട്ട് പോരും. വിശ്വാസികൾ ആരും നരകത്തിലുണ്ടാവില്ല. അമ്മൽ മുഅ്മിനൂന, അപ്പം വിശ്വാസികൾ എവിടെ പിന്നുണ്ടാവും? ഫിൽ ജന്നത്തി ഖാലിദൂൻ, അവർ വിചാരണ മൊത്തം കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾ മൊത്തം സ്വർഗത്തിൽ ശാശ്വതരായി കഴിഞ്ഞുകൂടും. അമ്മൽ കാഫിറൂന, അപ്പം കാഫിരീങ്ങൾ വഫിന്നാരി ഖാലിദൂൻ, നരകത്തിൽ അവർ ശാശ്വതരാണ്. വലാ യഫ്നൽ ജന്നത്തു വലന്നാർ, പിന്നെ നരകവും സ്വർഗവും നശിക്കൂല. ഇതൊക്കെ വിശ്വസിക്കേണ്ടതാണ്. വലാഹുലുഹുമാ, അതിൻ്റെ ആളുകളും നശിക്കൂല. അമൻ ശക്ക ഫീ ശൈഇൻ മിൻ ഹാദിഹിൽ അഷ്യാ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഒരാൾ സംശയിച്ചാൽ വഖദ് കഫറ, അവൻ കാഫിറാണ്. ഇതൊക്കെയാണ് ഖിയാമത്ത്, ലോകാവസാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായിട്ടൊരു ചോദ്യം, ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കൈഫ തുഅ്മിനു ബിൽ ഖദർ, എങ്ങനെയാണ് ഖദറിൽ നീ വിശ്വസിക്കേണ്ടത്? ഖദർ കൊണ്ടുള്ള വിശ്വാസം എന്താണ്? ഇതിനെപ്പറ്റി ചോദിച്ചാൽ ഖുൽത, നീ പറയണം, ഇന്നല്ലാഹ തആല, നിശ്ചയമായിട്ടും അല്ലാഹു തആല ഖലഖൽ ഖലായിക, സൃഷ്ടികളെ പടച്ചു. ഫഅർശദഹും ഇലൽ ഹുദാ, അവരെ സന്മാർഗത്തിലേക്ക് എത്തിച്ചു. വഅമറഹും ബിത്വാഅതി, അവരോട് വഴിപ്പെടാൻ കൽപ്പിച്ചു. സൃഷ്ടികളെ പടച്ച് സന്മാർഗത്തിലേക്ക് അവരെ എത്തിച്ചു അല്ലാഹു തആല. എന്നിട്ട് അവരോട് വഴിപ്പെടാൻ കൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വഖലഖൽ ലൗഹ വൽ ഖലമ, അതുപോലെ ലൗഹും കലമും അല്ലാഹു പടച്ചു. വഅമറഹുമാ, അത് രണ്ടിനോട് അല്ലാഹു കൽപ്പിച്ചു. യക്തുബ അമാലൽ ഇബാദി, അടിമകളുടെ പ്രവർത്തനങ്ങളൊക്കെ എഴുതി വെക്കണം. അടിമകൾ ഇവിടെ ലോകത്ത് എന്തൊക്കെ ചെയ്യും, അള്ളാഹിൻ്റെ അടിമകൾ എന്നുള്ളത് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പോൾ വത്വായത്തു, അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യൽ ബിരിദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെയാണ്. വഖദരി, അള്ളാഹിൻ്റെ കണക്ക് പ്രകാരവുമാണ്. ഫിൽ അസലി, പണ്ടേ ഉള്ള കണക്കാണ്. അള്ളാഹ് പണ്ടേ കണക്കാക്കിയതാണ്, ഇന്നാളിൻ്റെ നല്ലത് ചെയ്യും.
വല്ലിസിയാനു തെറ്റിയലോ ബി ഖളാഇല്ലാ അത് അള്ളാഹിൻ്റെ വിധിയാണ്, വഖദരിഹി ബിൽ അസൽ പണ്ടേ ഉള്ള കണക്കാണ്. പക്ഷേ വലൈസ ബിറിളാഇഹി അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് അല്ല അത്, അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ അല്ല അത് നടക്കുന്നത്. വഹും യുസാബൂന അലൽ ഖൈർ അവർക്ക് നന്മ ചെയ്താൽ ജനങ്ങൾക്ക് അടിമകൾക്ക് പ്രതിഫലം കിട്ടും, അതുണ്ടാവും. വയുആഖബൂന അലൽ ശരി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. വലുദാലിക വഅദിഹി ഇതൊക്കെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും അള്ളാഹുവിൻ്റെ വഅദ് രണ്ടെണ്ണം ഉണ്ട്. വഅദ് പറഞ്ഞാൽ നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകാമെന്നുള്ള വാഗ്ദാനം. വഈദ് പറഞ്ഞാലോ ഭീഷണി, അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്നുള്ള ആ ഒരു കാര്യം വഈദ്, ഭീഷണി എന്ന് പറയും. അത് നിലക്ക് ശിക്ഷയും കിട്ടും. ഇതൊക്കെയാണ് ഖദറിൽ വിശ്വസിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. തമ്മൽ കിതാബു ഈ കിതാബോടെ പൂർത്തിയായി. ബിഅവനില്ലാഹി തആല അൽ മലിക്കിൽ വഹാബ് ഉഷാരമായി നൽകുന്ന രാജാവായ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി അള്ളാഹു തആല സൃഷ്ടികളുടെ മേൽ അവൻ്റെ സൃഷ്ടികൾ ഖൈറായവരുടെ മേൽ അള്ളാഹ് ഗുണം ചെയ്യട്ടെ. സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി തങ്ങളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, അനുയായികളുടെ മേലൊക്കെ അള്ളാഹു തആല ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ കിതാബ് പൂർത്തിയായി ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് മുത്തഫരിദ് എന്ന് പറയുന്ന കിതാബാണ്, രണ്ടാമത്തെ കിതാബ് ഇൻഷാ അല്ലാഹ് ഇതിൽ ആരംഭിക്കും നാളെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ തന്നെ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.